ഇമ്മ നിങ്ങൾ ഈ മൊബൈലിൽ കളിച്ചിങ്ങനെ ഇരുന്നോളി. നമ്മളെ മുത്തുവിന്റെ കല്യാണം മുടങ്ങിക്കണു. പഠിച്ചോനെ നല്ലൊരു കുടുംബം തന്നെയല്ല അത്. ആരെ കല്യാണം മുടക്കിയത് പുറത്തുള്ള ആരും അല്ല, ഈ പെരിയിലുള്ള ആൾക്കാർ തന്നെയാണ്. ദത്തജി പറയുന്നത് ഈ പെരിയിൽ ഇജ്ജു മാപ്പിയല്ലേ ഉള്ളൂ. ഞാൻ എന്തായാലും അല്ല, ഇനി ആരേക്കാരുന്നേ ഇങ്ങളെന്നൊന്നും ആലോചിച്ചാളി. ദത്ത സുക്കൂറജി പറയുന്നത് വല്ലിപ്പ പേരക്കുട്ടിനെ കല്യാണം മടക്കോ കണ്ടോല് പറഞ്ഞിട്ടുകാണ്ട് ഇവിടെ ഒന്ന് പറയാനിജ്. ആ വല്ലിപ്പേനെ മുടക്കിയിട്ടുണ്ട്. ഓലെ പെരിയിലെ CCTV ഒക്കെ ഉണ്ട്. മുടക്കാൻ ചെന്ന ആളെ ഫോട്ടോ തന്നെ ഓലിങ്ങോട്ട് അയച്ചു തന്നേക്കണു എനിക്ക്. ഇജ്ജ് പറഞ്ഞൊക്കെ ശരിയാണ് സുക്കൂറെ. ദത്താണ് പറഞ്ഞിക്കാണ്ട് ഇപ്പൊ മടക്കിക്കണ്ട് കല്യാണം. ആ ഡോക്ടറിന് പഠിച്ച കുട്ടിയല്ലേ ഓന്. മുത്തു ബാംഗ്ലൂരെ ഡോക്ടറിന് പഠിച്ചൊക്കെ തന്നെയാണ്. ഇപ്പൊ അവിടെ പോയി പറഞ്ഞിട്ട് എന്താണെന്നറിയോ, ഓന് മയക്കുമരുന്നിന്റെ ഉപയോഗം വിൽപ്പനൊക്കെ ഉണ്ടെന്നാണ്. ദത്ത എന്റെ വാപ്പാക്ക് പിരാന്തറ്റ് ഇളകിക്കണം. അവിടെ പോയി ഇല്ലാത്ത പറഞ്ഞു കൊടുക്കാന്. ആ പെണ്ണിന്റെ കൂട്ടക്കാർ ഈ നാട്ടിൽ അന്വേഷിച്ചിട്ട് നമ്മളെ കുടുംബത്തിനെ പറ്റി ഓനെ പറ്റി ഒരു മോശം അഭിപ്രായം പറഞ്ഞിട്ടില്ല. പിന്നെ ബാപ്പ എന്തിനാ മുടക്കിക്കണെന്നുള്ള എനിക്കറിയില്ല. എങ്ങനെയാണ് ചോദിച്ചാണ്ടി. ഞാൻ മുടക്കിയ തന്നെയാണത്. എന്റെ പേരക്കുട്ടിയുടെ സ്വഭാവം ഇവന്റെ സ്വഭാവം കൊണ്ടേ ഞാനാ മുടക്കിക്കേണ്ടത്. നല്ലൊരു കുട്ടിനെ ഈ വടക്കട്ട ചെക്കന്മാർക്ക് കെട്ടിച്ചോർക്കണ്ട. ആര് വർക്കട്ടെന്നപ്പൊ നിങ്ങള് പറയണത്? ഈ ബടുക്കണിയിലിരിക്കണേ ഇജ്ജതൊന്നും അറിയില്ല. എന്റെ ഈ മോന് വെള്ളി ഇട്ടുകാണ്ടേ രാഷ്ട്രീയം കളിച്ച് നടക്കണല്ലോ. ഓൻ എന്താ പരിപാടി എനിക്കറിയോ? ഓൻ ഈ മയക്കുമരുന്നിന്റെ കച്ചവടാണ്. എന്നിട്ട് ഓന് കാരണോലെ മോന് ബാംഗ്ലൂർക്ക് അയച്ചു കൊടുക്കുക. എന്നിട്ട് ഓൻ അവിടെയും ചെജ്ജ, ഇപ്പൊ എവിടെയും ചെജ്ജ. ഇത് ആരും അറിഞ്ഞില്ലാന്ന് വിചാരിച്ചിട്ടുണ്ടത്. ആരും എന്നോട് മുണ്ടാന്ന് നടക്കിയെന്നു. ഞാൻ ഈ നാട്ടിലൊരു കാര്യപ്പെട്ട ആളല്ലേ വെച്ചിട്ട് എന്റെ മക്കളും പേരക്കുട്ടികളും ചെല്ലുമ്പോഴേ ഓർക്ക് പറയാ ഒരു വിഷമേന്നു. അതുകൊണ്ട് പറഞ്ഞത്. ഇപ്പോൾ ആ ചെക്ക് എന്നോട് ചെന്നപ്പോഴേ പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ കല്യാണം മുടക്കാൻ വേണ്ടി പോയത്. ഇങ്ങനത്തെ ഒരു കല്യാണം ഇവരെ കൊണ്ട് നടത്തിക്കണെങ്കിലേ ഞാൻ ഈ നാട്ടില് മാനം കെട്ട് നടക്കേണ്ടി വരില്ലേ? ഇജ്ജാതിലെ അച്ഛനും കെട്ടാനാണ് പോരെ. ഇനി എന്റെ ഈ പെരീക്ക് ചെന്ന് കയറണമെങ്കിലേ ഇങ്ങനത്തെ ഒന്നും ഇല്ലാതെ മാണെങ്കിൽ വന്നാ മതി, അല്ലെങ്കിൽ ഇറങ്ങിപ്പോയിക്കപ്പെടുന്നേ. നബീസോ എനിക്കൊന്ന് കേൾക്കണോ? ഈ മാലത്തില് ഈ പള്ളി കമ്മിറ്റിയില് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. ഈ മലയുള്ള എല്ലാ മനുഷ്യന്മാരോടും പെരാളിൽ കയറി ഞാൻ പറഞ്ഞു, നിങ്ങളെ മക്കളൊക്കെ ഈ ലഹരിന്റെ ഉപയോഗമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ശ്രദ്ധിച്ചെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത ഞാൻ ഇന്റെ പെരിയത്തെ കാര്യം നോക്കാൻ ഞാൻ മറന്നു. ഇന്റെ പേരക്കുട്ടികൾ മക്കളും ഈ ഏർപ്പാടാണെന്ന് പറഞ്ഞപ്പോഴേ മനസ്സിന്റെ നെഞ്ഞു പൊട്ടി മനസ്സിന്. ഇച്ചിഞ്ഞ് ഒന്നേ പറയാനുള്ളൂ, എന്റെ മോനും പേരക്കുട്ടിയും നന്നായി വന്നുകാണ്ട് ഈ പെരയ്ക്ക് കയറിയാ മതി, അല്ലെങ്കിൽ ഈ പെരയ്ക്ക് കയറണ്ട. ഇങ്ങനത്തെ ഒരു പേരക്കുട്ടി മോനും ഇല്ലാന്നേ ഞാനാണ് വിചാരിച്ചുകൊണ്ട്.